യുകെയിൽ നഴ്സ് ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ കോടികളുടെ തട്ടിപ്പ്. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന്റെ പേരിൽ 26 പേർക്ക് 10 വർഷത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തി. ഈ പോയ ടൈം എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ തിരിച്ചു കിട്ടാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ 10 വർഷത്തെ ട്രാവൽ ബാൻ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നീക്കം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു ബാൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും കൂടെ നമുക്ക് കയറുന്നതിന് വിലക്കുണ്ട്. സോ നിങ്ങളൊരു റിക്രൂട്ട്മെന്റ് ഏജന്റിനെ കൺസൾട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ജോബ് ഓഫർ ചെയ്യുവാനോ അതല്ലെന്നുണ്ടെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് നൽകുവാനോ ഒരു ഓതറൈസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജന്റ് തയ്യാറാകില്ല. ഒരു വിസ സ്പോൺസർഷിപ്പ് നൽകുവാനോ അല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുവാനോ ഒരു ഓതറൈസ്ഡ് എംപ്ലോയർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എവിടെയാണ് റിക്രൂട്ട്മെന്റ് ഏജന്റുകളുടെയും കൺസൾട്ടന്റുകളുടെയും ഒക്കെ റോള് വരുന്നത്? നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ഏതൊരു ജോബ് ഫംഗ്ഷനാണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർനാഷണൽ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുന്ന എംപ്ലോയീസിനടുത്ത് നിങ്ങളുടെ CV എത്തിച്ച് ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുകയും ആ ഇന്റർവ്യൂസിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ആ എംപ്ലോയർ നേരിട്ട് നിങ്ങൾക്ക് ജോബ് ഓഫറും അതുപോലെ തന്നെ വിസ സ്പോൺസർഷിപ്പ് ഒക്കെ നൽകുന്നത്. ഇതിനു വേണ്ടിയിട്ട് പൊതുവെ ജെന്യുവൻ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റുകൾ ആരും തന്നെ ₹1 പോലും ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങാറില്ല. മാത്രമല്ല ഇതുപോലെ എംപ്ലോയർ അടുത്ത് നേരിട്ട് വിസ സ്പോൺസർഷിപ്പും ജോബ് ഓഫറും കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും അവർക്ക് വേണ്ടി വരുന്ന അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് ഈ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും അറ്റസ്റ്റേഷൻ കോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ എംപ്ലോയർ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.